എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് വിദ്യാർത്ഥികൾ നീറ്റ് സ്കോറും അതുപോലെ തന്നെ +2 സ്കോറും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു MBBS, BDS, ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി, അഗ്രികൾച്ചർ, അതുപോലെ തന്നെ ഫോറസ്ട്രി, വെറ്റിനറി, ഫിഷറീസ്, അതുപോലെ തന്നെ കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ്, ബിടെക് ബയോടെക്നോളജി എന്നിങ്ങനെയുള്ള കോഴ്സുകളിലേക്ക്, അതായത് മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ അതായത് ഓൾറെഡി വിദ്യാർത്ഥികൾ നൽകിയിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഈ ഒരു നീറ്റിൻ്റെ സ്കോർ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതിനുള്ള അവസരം ഈ ഒരു ഓഗസ്റ്റ് 11 11:59 വരെയാണ്. അതായത് 11:50 ഈ ഒരു 11 മണി വരെയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അതായത് മെഡിക്കൽ കോഴ്സുകളായിട്ടുള്ള MBBS, BDS, ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി, അതുപോലെ തന്നെ മെഡിക്കൽ അലൈഡ് കോഴ്സസ് ആയിട്ടുള്ള അഗ്രികൾച്ചർ, ഫോറസ്ട്രി, അതുപോലെ വെറ്റിനറി, ഫിഷറീസ്, ഫാർമസി, കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ്, ബിടെക് ബയോടെക്നോളജി എന്നിങ്ങനെയുള്ള വിവിധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് ഈ ഒരു നീറ്റിൻ്റെ ആ ഒരു സ്കോർ പരിഗണിച്ചുകൊണ്ടാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി. ആ ഒരു റാങ്ക് ലിസ്റ്റ് പ്രകാരമാണ് അഡ്മിഷൻ നൽകുന്നത്. മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിൽ ഈ ഒരു മെഡിക്കൽ കോഴ്സിന് സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റും മെഡിക്കൽ അലൈഡ് കോഴ്സസിന് സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് വഴിയുമാണ് അഡ്മിഷൻ നടത്തപ്പെടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിങ്ങളുടെ നീറ്റിൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ഈ ഒരു നീറ്റിൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ള കാര്യം നോക്കാം. അതിനായിട്ട് വിദ്യാർത്ഥികൾ ഈ ഒരു കീമിൻ്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ce.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അതിൽ നിങ്ങൾക്ക് കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്ക് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡും ജില്ലയും നൽകി, ജില്ലയല്ല ഈ ഒരു ആക്സസ് കോഡ് നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. അതായത് നീറ്റ് റിസൾട്ട് സബ്മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് ആ ഒരു ലിങ്കിൽ, അതായത് ആ ഒരു മെനു ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു നീറ്റ് UG 2024 റോൾ നമ്പർ, നീറ്റ് UG 2024 ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ നീറ്റ് UG 2024 നൽകിയുള്ള ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ നൽകുക. നൽകിയ ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ആ സ്കോർ ഡീറ്റെയിൽസ് ഒക്കെ വരുന്നതാണ്. അപ്പോൾ ആ ഒരു സ്കോർ ഡീറ്റെയിൽസ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ രക്ഷിതാവിൻ്റെ പേര്, അതുപോലെ അതായത് ഫാദറിൻ്റെ പേര്, മദറിൻ്റെ പേര്, അതുപോലെ നീറ്റ് UG റിസൾട്ട് ഡീറ്റെയിൽസ് എന്നിവ കാണാൻ സാധിക്കും. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നീറ്റിൻ്റെ പെർസെൻറ്റേജ് സ്കോർ, ഓൾ ഇന്ത്യ റാങ്ക് ഓഫ് കൗൺസിലിംഗ്, ഇതുപോലെ ഈ ഒരു നീറ്റുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസൊക്കെ അതിൽ കാണാനായിട്ട് പറ്റുന്നതാണ്. ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വെരിഫൈഡ് ആൻഡ് സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്തതായിട്ട് ദ പ്രൊസീജിയർ ഓഫ് സബ്മിഷൻ ഓഫ് നീറ്റ് റിസൾട്ട് വിൽ ബി കംപ്ലീറ്റഡ് ഓൺലി വെൻ ദ വെരിഫൈഡ് ആൻഡ് സബ്മിറ്റ്, അതായത് വെരിഫൈഡ് ആൻഡ് സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ നീറ്റ് റിസൾട്ട് സബ്മിറ്റഡ് ആയി എന്നുള്ളത് പറയാനായിട്ട് സാധിക്കുന്നത്. ഇനി അതിനുശേഷം നിങ്ങൾക്ക് നീറ്റിൻ്റെ റിസൾട്ട് സബ്മിഷൻ റിപ്പോർട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾ ഈ ഒരു ഭാവിയിലുള്ള ആവശ്യങ്ങൾക്കായിട്ട് അത് കയ്യിൽ സൂക്ഷിച്ച് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. അപ്പോൾ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കേണ്ടതാണ്. ഇനി അടുത്തതായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ഈ ഒരു കാൻഡിഡേറ്റ് ഷുഡ് നോട്ട് സെൻഡ് ഓർ അപ്ലോഡ് ദ നീറ്റ് സ്കോർ കാർഡ് ഓർ നീറ്റ് റിസൾട്ട് സബ്മിഷൻ റിപ്പോർട്ട് to the Commissioner of the Entrance Examination. All candidates are requested to through the government approved prospectus for admission for പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സസ് 2024-25 അവൈലബിൾ ഇൻ വെബ്സൈറ്റ്. അത് നിങ്ങളുടെ ഈ ഒരു പ്രിൻ്റ് ഔട്ടൊന്നും നിങ്ങൾ ഈ ഒരു CE ഓഫീസിലേക്കൊന്നും അയക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ അതായത് ഈ ഒരു നീറ്റിൻ്റെ സ്കോർ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇനി ഈ ഒരു പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതായത് ഈ ഒരു ബിടെക് ബയോടെക്നോളജി, അതായത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിക്ക് കീഴിലാണ് വരുന്നത്. അതുപോലെ തന്നെ വിവിധ കോഴ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകളിലൊക്കെയുള്ള പ്രവേശനത്തിനായിട്ട് നിങ്ങൾ നീറ്റിൻ്റെ മാർക്ക് നൽകി വെരിഫൈ ചെയ്യേണ്ടതാണ്. അതായത് നിങ്ങളുടെ നീറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മാർക്ക് ആ ഒരു വെബ്സൈറ്റിൽ വരുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിശ്ചിത സമയത്തിനകം വിദ്യാർത്ഥികൾ നീറ്റ് പരീക്ഷാ ഫലം പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് ഓൺലൈനായിട്ട് സമർപ്പിക്കാതിരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള അപേക്ഷയിൽ 2024 മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുന്നതല്ല. തപാൽ വഴിയോ നേരിട്ടോ സമർപ്പിക്കുന്ന രേഖകളോ അപേക്ഷകളോ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റിലെ പ്രോസ്പെക്ടസും വിശദമായിട്ടുള്ള വിജ്ഞാപനവും കാണുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓഗസ്റ്റ് 11 11:59 PM വരെ മാത്രമാണ് ഈ ഒരു നിങ്ങൾക്ക് നിങ്ങളുടെ നീറ്റിൻ്റെ ആ ഒരു പ്രവേശന പരീക്ഷാഫലം നിങ്ങൾക്ക്
കമ്മീഷണർക്ക് സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ മാത്രമേ ഇത് നീട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകം ആ ഒരു കറക്റ്റ് ടൈമിനുള്ളിൽ തന്നെ നിങ്ങളുടെ ആ ഒരു മാർക്ക് ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ നീറ്റിൻ്റെ മാർക്ക് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അത് എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.